ഹായ്. ഇസ്ലാം മതവിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഒരു പയ്യൻ ഒരു തെറ്റ് ചെയ്തു. ഇത് ഹൈലൈറ്റ് ആയിട്ടായിരുന്നു കഴിഞ്ഞ കുറേ ദിവസമായിട്ട്. തീരുന്നില്ലല്ലോ എന്നായിരുന്നു. കഴിഞ്ഞ ഏകദേശം ഒരു 10 ദിവസത്തോളമായി ഇത് എന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. വല്ലാണ്ട് ആളുകൾ ഇതിനകത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എത്ര ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് അതിനകത്തൊന്നും കിട്ടുന്നില്ല. വിഷയം എത്രയേ ഉള്ളൂ. വെഞ്ഞാറമൂട് കൊലപാതകത്തിൽ ആ പയ്യൻ ചെയ്ത തെറ്റ് വളരെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയുടെ കെടുകാര്യസ്ഥത ഒന്നുകൊണ്ട് മാത്രമാണ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുള്ളത്. കടം വാങ്ങി മക്കളുടെ ദൂരത്തിനും ആർഭാടത്തിനും ഇട്ടുകൊടുത്തു. മക്കൾ ആർഭാടത്തിനൊന്നും നിന്നിട്ടില്ല. മക്കൾ വളരെ ഡീസൻ്റ് ആണ്. ഇതിനകത്ത് കുറെ കമന്റ്സ് ഞാൻ വായിക്കാനിടയിൽ. കമന്റ്സിൽ മുഴുക്കെ എന്താണ്, റഹീം ഒരു വിക്ടിമാണ്, ഇരയാക്കപ്പെട്ട പാവം മനുഷ്യൻ. അതേപോലെ ആ അമ്മയെ പറ്റി, പാവം, മകനെ വിട്ടുകൊടുക്കാത്ത ഒരാൾ. ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് മകനാണ് തല്ലിയതെന്ന്. അത് റഹീം അറിഞ്ഞില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? ഒന്നുമല്ല, മകനാണ് ചെയ്തതെന്ന് റഹീമിനോട് പറഞ്ഞിട്ടുണ്ട്. റഹീം അത് പുറത്തു പറയത്തില്ല. കാരണം അയാൾക്കറിയാം മകനെ ഇറക്കണം, സപ്പോർട്ട് വേണം, കടങ്ങൾ വീട്ടണം. ഇതിലെ യഥാർത്ഥ കള്ളൻ ആ തന്തയാണ്. റഹീമാണ് യഥാർത്ഥ കള്ളൻ. നിങ്ങൾ അവരെ വിക്ടിമൈസ് ചെയ്യുന്ന എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. പാവമോ? ഇതിനകത്ത് പാവമായിട്ട് നിൽക്കുന്നവരെ ഇതുവരെ അഡ്രസ്സ് ചെയ്തിട്ടില്ല, ആരും മുൻപോട്ട് കൊണ്ടുവന്നിട്ടില്ല. ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളാണ്. ആ പെൺകൊച്ചിനെ ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. കുത്തിക്കഴപ്പ് കൊണ്ടാണല്ലോ ഗേറ്റ് തുറന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് മതിൽ ചാടി അവൻ്റെ റൂമിനകത്തേക്ക് പോയത്. ഈ പ്രായത്തിൽ ഉണ്ടാകുന്ന കുത്തിക്കഴപ്പാണത്. ആ കുത്തിക്കഴപ്പിലാണ് മുഖം അടിച്ച് പൊളിച്ച് അവൻ തീർത്തത് അവളെ. ഒരു ദോഷവും ഇല്ലെന്നേ ഞാൻ പറയുള്ളൂ. കണക്കായിപ്പോയി. പെൺകുട്ടികൾക്ക് വേണ്ട സാമാന്യമായിട്ടുള്ള അച്ചടക്കമില്ലാതെ പോയതാണ് ഈ പ്രശ്നത്തിന് കാരണം. ഏത് രീതിയിൽ ജീവിക്കേണ്ട കുട്ടിയായിരുന്നു. ആ അമ്മയും അച്ഛനും എത്രയും ഫോർവേഡ് ആയിരുന്നു. എം എ വരെ പഠിപ്പിക്കുന്നില്ലേ? ഇസ്ലാം മതവിഭാഗത്തിലുള്ള പെൺകുട്ടികൾക്ക് നിഷേധിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, പെട്ടെന്ന് കെട്ടിച്ചു വിട്ടുകളയും. അവരെ പഠനം നിഷേധിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി എം എ വരെ പഠിപ്പിക്കുകയാണ്, കുട്ടിയെ പഠിപ്പിക്കുകയാണ്. ഇപ്പോഴത്തെ പേരൻസ് ഒക്കെ തന്നെ ഡിഫറൻ്റ് ആയി തിങ്ക് ചെയ്യുകയും പെൺകുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പഠിത്തത്തിലൂടെ സ്വയം പര്യാപ്തത നേടുന്നതിന് പകരം കാമക്കഴപ്പം കൊണ്ട് അവൻ്റെ കൂടെ പോകാൻ പോയിട്ടല്ലേ അങ്ങനെ ഒരു അവസ്ഥ വന്നത്. ഒരേ ഒരു കുട്ടിയെ മാത്രമേ ഇതിനകത്ത് സഹതാപം അറിയിക്കുന്നുള്ളൂ, ആ മോൻ, ആ മരണപ്പെട്ടു പോയ മോൻ. ഞാൻ ആ വാപ്പുമായ ഒന്നും പറയത്തില്ല. അവർക്ക് കിട്ടേണ്ടത് തന്നെയാണ്. കഴുത്തി മാലയിട്ട് ആട്ടിയിട്ട് കാര്യമുണ്ട്. മകൻ്റെ വീട് ഇതുപോലൊരു പ്രശ്നത്തിലുള്ളപ്പോൾ അവരാ വീട്ടിൽ നിന്ന് മാറി മകൻ്റെ ഒപ്പം വന്നിന്ന് ആ വീട് വിറ്റും ഈ പ്രോബ്ലം തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയല്ലേ വേണ്ടത്. മരുമകളും മകൻ്റെ കുട്ടികളും അല്ലേ അവിടെ ഉണ്ടായിരുന്നത്. അവരത് ചെയ്തില്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട ഇടി തന്നെയാണ് ആ ചെറുക്കൻ കൊടുത്തത്. അതേപോലെ മൂത്താപ്പ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാൻ പോയ എന്തിനാണ്? ഇതിനകത്ത് എനിക്ക് മറ്റൊരു ഡൗട്ടുമുണ്ട്. ഈ ഷെമിയുമായിട്ട് ഇയാൾക്ക് എന്തെങ്കിലും ഇടപാടുണ്ടായിരുന്നിരിക്കുക, അത് ചെറുക്കൻ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ അത്രയും സ്വാതന്ത്ര്യമായിട്ട് വന്ന് തൻ്റെ മകനെ ചീത്ത പറയുമ്പോൾ ഷെമി അത് കേട്ടോണ്ടിരിക്കുമോ? ഞാൻ കേട്ടോണ്ടിരിക്കില്ല. എൻ്റെ ബന്ധുക്കളാരെങ്കിലും എൻ്റെ കുട്ടീനെ വല്ലതും പറഞ്ഞാൽ ഞാൻ കേട്ടോണ്ടി നിൽക്കത്തില്ല. അതിനകത്ത് ഒരു സംശയമുണ്ട്. അല്ലെങ്കിൽ ചെറുക്കനൊക്കെ അത്രയും വൈരാഗ്യം അയാളോട് വരേണ്ട കാര്യം എന്തുവാ? തീർച്ചയായിട്ടും ഒന്നുകിൽ അയാൾ ഓവറായിട്ട് ഇടപെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ഉമ്മ നിശബ്ദയായി നിൽക്കാനുള്ള കാരണം അയാൾക്ക് ആ വീട്ടിലുള്ള സ്വാധീനമാണ്. വാപ്പാക്കില്ലാത്ത സ്വാധീനം അയാൾക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ദേഷ്യം വരും. മോനെ വേണമെന്ന് കരയുന്ന ഷെമി നിങ്ങൾക്ക് കണ്ടു കേട്ടോളൂ. ശാരീരിക പ്രശ്നങ്ങൾ എന്തെങ്കിലും നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം അറിയിക്കാൻ വന്നതാണ്. ബാപ്പയോട് സംസാരിച്ചായിരുന്നേ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ താമസിക്കാൻ നമുക്കൊരു പുതിയ വീട്ടിലേക്ക് പോകണ്ടേ. അപ്പോൾ നമ്മളൊരു വീടുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി പഴയ വീട്ടിലൊക്കെ പോയാൽ നമുക്ക് അവിടെ കിടക്കാനൊക്കെ പ്രയാസമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പുതിയ വീട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അത് പറയാൻ വേണ്ടി ഞാനിങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഉമ്മയുടെ ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പോൾ ഉമ്മ ഇപ്പോൾ പോലീസുകാരോട് പറഞ്ഞ മൊഴി അതുപോലെ തന്നെയാണ് ഉമ്മ നിൽക്കുന്നത്? അതാണ് കറക്റ്റ്. ഞാൻ പറഞ്ഞതാണ് കറക്റ്റ്. എനിക്ക് അതേ ഓർമ്മ ഉള്ളു. അതായത് ഉമ്മ പറയുന്നത് കട്ടിലിൽ നിന്ന് വീണു അതാണോ പറഞ്ഞത്? ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് ഞാൻ പറയുന്നത്. എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ്, എൻ്റെ ഓർമ്മയിലും അത് തന്നെയാണ്. ഉമ്മയുടെ പോലീസുകാർ കുറെ തവണ ചോദിച്ചോ ഇത്? ചോദിച്ചു, 2 തവണ ചോദിച്ചു. എനിക്കൊന്നും ഓർമ്മ കിട്ടാത്തതുകൊണ്ടാണോ ഇനി അതങ്ങനെ തോന്നുന്നത്? ഓർമ്മ എനിക്ക് അന്നത്തെ കാര്യം, ഞാൻ ഉണ്ടാക്കിയ കാര്യങ്ങൾ, സ്കൂളിൽ കൊച്ചിനെ വിട്ട കാര്യമൊക്കെ ഓർമ്മ ഉണ്ട്. അത് തന്നെ ഞാൻ പറഞ്ഞത്. റഹീമിനോട് ഇത് തന്നെയാണോ പറഞ്ഞത്? റഹീമിനോട് ഇത് തന്നെ പറഞ്ഞു. ഉമ്മ എളുപ്പം സുഖമായിട്ട് വരിക. നമ്മൾ കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കുന്നില്ല. ഉമ്മ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ മനസ്സൊക്കെ ശരിയാകുമ്പോൾ പോലീസുകാരോട് സംസാരിക്കും. ഇപ്പൊ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഉമ്മയ്ക്ക് ഓർമ്മയുണ്ടല്ലോ? എന്താണ്? മകൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ? അവര് പറഞ്ഞു ഓർമ്മ ഉണ്ട്. അല്ലാതെ എനിക്കറിയില്ല, അവര് പറഞ്ഞ ഓർമ്മ ഉണ്ട്. അപ്പൊ ഈ ഉമ്മയ്ക്ക് എല്ലാം ഓർമ്മയൊക്കെ വരുമ്പോൾ പോലീസുകാരോട് എല്ലാ കാര്യങ്ങളും പറയാം.
കാര്യം ഞങ്ങൾ ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇറങ്ങിയത് ഉമ്മ. സാറേ എൻ്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റൂ, എൻ്റെ കൊച്ചിനെ ഇറക്കി തരണം എങ്ങനെയെങ്കിലും. എൻ്റെ മൂത്തോ ഇളയോ മരിച്ചോ, ഇനി എനിക്ക് മൂത്തോനെ അവനെങ്കിലും എനിക്ക് ഇറക്കി തരണം എങ്ങനെയെങ്കിലും. എനിക്ക് അവനെ പ്രതീക്ഷിച്ചാൽ ജീവിക്കണം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കുറിച്ച് ഞാൻ മനുഷ്യന് അവനെ പ്രതീക്ഷിച്ചാൽ ജീവിക്കണം. നമുക്ക് നോക്കാം, ഉമ്മ സമാധാനമായിട്ട് കിടക്കാം കേട്ടോ. ഓക്കെ ഓക്കെ ഉമ്മ. ഉമ്മ ഞങ്ങൾ കാണാൻ പിന്നെ വരാം കേട്ടോ. ഉമ്മ സുഖമായിട്ട് കഴിയുമ്പോൾ നമുക്ക് പോവാം. നമുക്ക് വിട്ടു. എനിക്കൊന്ന് ഉമ്മയുടെ ഓർമ്മകളിൽ ശ്രീകണ്ഠൻ നായരുടെ പട്ടി ഷോയാണ് നമ്മൾ ഇതിനകത്തൂടെ കണ്ടത്. പട്ടി ഷോ. അതേപോലെ ഹാഷ്മിയെ പോലെ ഒരാൾ ഇതിന് കൂട്ടു നിൽക്കരുത്. ചിലപ്പോൾ ജോബ് ഇതായതുകൊണ്ടും അയാൾ നിർബന്ധിക്കുമ്പോൾ ചെയ്യുകയല്ലാതെ വേറെ വഴി ഉണ്ടാകത്തില്ല. പക്ഷെ ഇതിനകത്ത് കമ്മ്യൂണിറ്റിയെ കൂട്ടുപിടിക്കരുത്. ഒരാളും 10 പൈസ കൊടുക്കരുത്. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. 10 പൈസ കൊടുക്കരുത്. അത് അവരുടെ മാത്രം പ്രശ്നമാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യട്ടെ പെണ്ണുമ്പളെ. ഗവൺമെന്റ് സംവിധാനങ്ങളുണ്ടല്ലോ, അവിടെ ട്രീറ്റ് ചെയ്താൽ മതി. അതിനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് അവർ ട്രീറ്റ് ചെയ്തോളൂ. കൂടുതലുണ്ടെങ്കിൽ അയാൾ കഷ്ടപ്പെടട്ടെ, ചുമടെടുക്കാൻ പോകട്ടെ. അയാൾക്ക് ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അയാളുടെ കയ്യിലിരിപ്പ് ഒന്നുകൊണ്ട് മാത്രമാണ് ആ കുടുംബം ഇങ്ങനെ ശിഥിലമായി പോയത്, നശിപ്പിക്കപ്പെട്ടത്. ഇതിൽ നാട്ടുകാരെന്ത് പിഴച്ചു? വല്ലവരും സമ്പാദിക്കുന്ന പൈസ ഇവർക്ക് ഇട്ട് കൊടുക്കണോ? എന്തിന്? ഒരാളും കൊടുക്കരുത്. എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് കൊടുക്കും. ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കാണ് ഏറ്റവും വലിയ നഷ്ടം വന്നിരിക്കുന്നത്. അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. മോങ്ങിക്കൊണ്ട് പറയാം എൻ്റെ മോനെ ഒന്ന് ഇറക്കി തരൂ. പിന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് ജയിലിൽ കിടക്കുകയല്ലേ, മോനെ പുറത്തിറക്കാനെ കൊണ്ട്. ഈ സ്ത്രീയാണ് ഇതിനകത്ത് ഏറ്റവും പഴച്ച സാധനം. ഇപ്പൊ പറഞ്ഞല്ലോ മകൻ കഴുത്തിൽ ഷാള് മുറുക്കി കൊല്ലാൻ നോക്കിയാണെന്ന്. ഇത്രയും ദിവസം എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇത് റഹീം അറിഞ്ഞില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. കണ്ണ് തുറന്നപ്പോൾ തന്നെ മാപ്പിളയെടുത്ത് അവൾ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അയാൾ പുറത്തു പറയത്തില്ല. ഇതിലെ യഥാർത്ഥ കള്ളനും കള്ളിയും ഈ തന്തയും തള്ളയുമാണ്. ഇവർ രണ്ടുപേരൂടെ ചേർന്നാണ് ആ ചെറുക്കനെ ഈ കോലത്തിലാക്കിയത്. ആ ചെറുക്കൻ ഇനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. അവനെ വിശ്വസിച്ച് ഒരാൾക്കും വീട്ടിൽ കയറ്റാൻ ഒക്കത്തില്ല. അവനെ പുറത്തേക്ക് ഇറക്കാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. കാരണം അവൻ ഇനി ആളുകളെ കൊല്ലും. നിസ്സാരമായിട്ട് അടിച്ചു കൊന്നിരിക്കുകയാണ്. എന്നിട്ട് അത് എത്ര ലൈറ്റായിട്ട് ഇതിനെപ്പറ്റി അങ്ങ് ഞങ്ങളുണ്ട് എടാ ശ്രീകണ്ഠ, എടാ നിനക്ക് എൻ്റെ നടുവിരൽ നമസ്കാരം. എനിക്കെൻ്റെ നടുവിരൽ നാണം ഉണ്ടോടാ? ഹൈപ്പ് കിട്ടാൻ, ചാനലിന് റീച്ച് കിട്ടാൻ നിനക്ക് നല്ല വാർത്ത ചെയ്തുകൂടെ? നീ വീട് വെച്ച് കൊടുക്കാൻ പോണാ? ആര് നീ? ഇവനെ ക്രിമിനൽ കുറ്റത്തിന് പിടിച്ചകത്തിടണം. ഒരു ക്രിമിനലിന് വീട് വെച്ച് കൊടുക്കാൻ പോകുന്ന ഇവൻ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ആരെങ്കിലും കൊന്നിട്ട് വാ, നിന്റെ ഉമ്മായും വാപ്പായും ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങളെ കട ഞാൻ വീട്ടിക്കോളാന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? ഈ മനുഷ്യരെ പറ്റിക്കുന്നതിനൊരു കണക്ക് വേണ്ടായോ? എന്തടിസ്ഥാനമാണ് ഇതിനകത്തുള്ളത്? ഈ വാർത്ത കേട്ടപ്പോൾ ഏറ്റവും വെറുപ്പ് തോന്നിയത് എനിക്ക് ഈ ശ്രീകണ്ഠനോടാണ്. അതേപോലെ ഇയാളെ കാണാം. മാറത്തില്ല ഒരിക്കലും. എനിക്ക് എന്റെ കുടുംബക്കാരെല്ലാവർക്കും വിട്ടുമാറിയിട്ടില്ല. അവർക്ക് നഷ്ടപ്പെട്ട ഒരുപാട് പേര്, 4 പേരോളം ഉണ്ട്. എന്റെ മോനുമ്മ, ജ്യേഷ്ഠത്തി ഒക്കെ നഷ്ടപ്പെട്ടത്. ഇത് മാറിയിട്ടില്ല ഇതുവരെ. ഏതോ ബാങ്കിൽ നിന്ന് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റിയിട്ടുണ്ട്. ഈ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ വെഞ്ഞാറ് ബ്രാഞ്ചിൽ അവർ ദുരിതമായി ശല്യം ചെയ്യുമായിരുന്നു. എത്ര രൂപ എടുത്തിട്ടുണ്ടാവോ? അവിടെ നിന്ന് ഞാൻ ഹൗസിംഗ് ലോണാണ് എടുത്തത്. ആദ്യം 15 ലക്ഷം രൂപ. ആ പൈസ ഞാൻ അയച്ചു അടച്ചു തീർത്തിട്ടില്ലായിരുന്നു അവര്. അതിക്കല്ലേ എടുത്തു. അഫാനെന്തിനാ വിളിക്കുന്നത്? അഫാനല്ലേ വിളിച്ചത്, ഭാര്യയെ വിളിച്ച് സംസാരിച്ചാണ്. അവളെ അയച്ചു കൊടുത്തിട്ട് ബാങ്കിൽ ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അത് ആ പൈസ അടച്ചിട്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞ. ഇപ്പോൾ പൈസ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അക്കൗണ്ട് ലോൺ ക്ലോസ് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. പക്ഷെ അത് ചെയ്തിട്ടില്ല. അത് 6-7 വർഷം മുന്നേ കൊറോണയ്ക്ക് മുന്നേ ഉള്ളതാണ്. നമ്മളെല്ലാം കൂടെ ഉണ്ട് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കൂടെ ഉണ്ട്. അല്ലാതെ ഇങ്ങനെ സമാധാനിക്കണമെന്ന് അറിയില്ല. അദ്ദേഹത്തോട് നമ്മൾ കൂടുതൽ അത് ബാങ്കിലെ പലിശ ആയാലും മറ്റ് വ്യക്തിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതെല്ലാം പലിശയാണ്. എവിടെ നിന്നൊക്കെ എത്ര വാങ്ങിച്ചത് കൃത്യമായിട്ട് അറിവുണ്ടോ? ഇപ്പോൾ നമുക്കൊരു അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ടോ? ഞാൻ എൻ്റെ ഒരു കണക്കുള്ള ഇപ്പം അനുസരിച്ചാണെങ്കിൽ ഒരു 30 ലക്ഷം രൂപയ്ക്ക് പുറത്തോളം ഉണ്ടാവണം. അഫാൻ തന്നെ മേടിച്ചാണ്? അഫാൻ വാങ്ങിച്ചതല്ല. അഫാൻ കൂടെ ഉമ്മയുടെ കൂടെ പോയി എന്നുള്ളതേ ഉള്ളൂ. അഫാനല്ല വാങ്ങിച്ചത്. ഉമ്മയുടെ കൂടെ പോയി അവൻ രണ്ടുപേരും കൂടെ ചേർന്നാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. ഞങ്ങളൊക്കെ നീങ്ങുകയാണ്. ഞങ്ങളുണ്ട് അങ്ങയുടെ കൂടെ. കേരളം മൊത്തം അങ്ങയുടെ കൂടെ ഉണ്ട്. മലയാളികൾക്ക് ഏറ്റവും ഷോക്കേറ്റ സംഭവമാണത്. അങ്ങ് ഗൾഫിൽ അനുഭവിക്കുന്ന വേദന അതേപോലെ ആൾ അനുഭവിച്ചു എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴും അത് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല എന്താ. ഓക്കെ, കാണും. മകനെ കാണണ്ട കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ഇയാൾക്ക് ഇപ്പോൾ മകനെ പറ്റി ഓർത്ത് വലിയ വേദനയാണ്. അവനെ നാട്ടുകാരും ഒന്നും പറഞ്ഞിട്ടില്ല, എല്ലാവരും നല്ലതാണ്. മകനോട് വെറുപ്പുള്ള ഒരാൾ പറയണതാണോ അത്? അയാൾ പറയുന്ന വെറുപ്പ് കളവാണ്. അയാൾക്കറിയാം അത് അങ്ങനെ നിന്നാൽ മാത്രമേ പൊതുസമൂഹം അക്സെപ്റ്റ് ചെയ്യുള്ളൂ. മകന് നഷ്ടപ്പെട്ടു. ഒരു മകൻ ജയിലിൽ കിടക്കുന്ന ഒരുത്തം തേരാപ്പാര കവലെ കൂടെ നടക്കുകയാണ്. പാവം അഭിനയിച്ചുകൊണ്ട് നടക്കുകയാണ്.
ഞാനൊക്കെ തല പോലും പൊക്കത്തില്ല. അയാൾ ഇരിക്കേണ്ടത് ആ ഭാര്യയുടെ അടുത്താണ്. അയാൾ എന്തിനാ തേരാപ്പാര നടക്കുന്നേ? നാട്ടുകാരെ സിമ്പതിക്കോ? ഇനിയും അയാളെ സഹതാപപൂർവ്വം നോക്കുന്ന നാട്ടുകാർക്കാണ് അടിപറ്റിക്കേണ്ടത്. ഇതിൽ സഹതാപപൂർവ്വം നോക്കേണ്ട ഒരേ ഒരു വ്യക്തി ജയിലിൽ കിടക്കുന്ന അഫ്വാനാണ്. സഹതാപമാണ് ആ ചെറുക്കനോട് എനിക്ക്. ആ ചെറുക്കനെ ഈ നിലയിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ മാതാപിതാക്കളാണ്, പ്രത്യേകിച്ച് ഈ തന്തയ്ക്ക് അത്യാവശ്യം പ്രോഗ്രാം ചെയ്യണം. അമ്മയും മക്കളെയും കൂടെ അങ്ങോട്ട് എടുക്കുകയാണ്. അയാൾക്ക് അത് വിട്ടിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അയാൾക്കറിയാം അയാൾ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന്. ഭാര്യയെ കയറൂരി അങ്ങ് വിട്ടു. കടമുണ്ടെങ്കിൽ വീട് വിറ്റ് കടം തീർക്കട്ടെ. അയാളുടെ കടം നമ്മുടെ ബാധ്യതയാണോ? ഒരു കൊലപാതകിയുടെ പേരൻസിനെ നമ്മൾ നോക്കണം എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഒരു പൈസ ഒരാൾ അയച്ചു കൊടുക്കരുത്, ഒരു രീതിയിലും. ആ കുടുംബവുമായി യാതൊരു സഹകരണവും ഇസ്ലാം കമ്മ്യൂണിറ്റി വെക്കരുത്. കാരണം മതമൊന്നുമല്ല ഇതിന് കൂട്ടു നിൽക്കേണ്ടത്. ഹാഷിമിയെ മുൻനിർത്തി ഒരു കമ്മ്യൂണിറ്റിയുടെ ഫീലിങ്സിനെ ഇതാക്കി അതിന്റെ താഴെയുള്ള കമന്റ്സ് വേണം കാണാൻ. ഒന്ന് നമ്മൾ സഹായിക്കണം. പിന്നെ ആഗോള പ്രശ്നമായി അവന് വീട് വാടക വീട്ടിൽ കിടക്കട്ട്, അവിടെ നിന്നുകൊണ്ട് ജോലി ചെയ്ത് കൊടുക്കട്ടെ. അതാവുമ്പോൾ മാസം വാടകയ്ക്ക് ആള് വരും. അപ്പൊ പൈസ ഉണ്ടാക്കണമെന്ന ബോധം വരും. തിന്ന് മലത്ത് മന്തിയും കുന്തിയും വാങ്ങി തിന്ന് മലത്ത് ഇതുപോലുള്ള അറാമ്പറപ്പ് കാണിക്കാൻ മക്കളെ തൂണ്ടി വിട്ടത്തെ തള്ളയാണ്. അതേപോലെ ഒരു വീട്ടിലെ പ്രശ്നം മറ്റുള്ളവർ ഇടപെടുന്നതിന് ഒരു ലിമിറ്റ് വേണമെന്ന് കാണിക്കാൻ ആ മൂത്താപ്പായെ കൊന്നതിൽ ഒരു ശരിയുണ്ടെന്നേ ഞാൻ പറയുള്ളൂ. എന്തിന് മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ പോയിടോ? ഇയാളെ മക്കളെ നോക്കി വീട്ടിൽ ഇരുന്നാൽ പോരായിരുന്നു. ഇയാളെന്തിന് മറ്റേ കുടുംബത്തിൽ കയറി കളിക്കാൻ പോയത്? അതിൽ അഭിപ്രായം പറയാൻ പോയത്? അപ്പം അടി കിട്ടണം. ആ സ്ത്രീ ഇയാളെ പിടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ ഇയാൾക്ക് അപകടം സംഭവിക്കുന്നത് കണ്ടിട്ട് ഓടി വന്നതിലാണ് ആ സ്ത്രീയും കൊല്ലപ്പെട്ടത്. അല്ലെങ്കിൽ അവർ കൊല്ലപ്പെടത്തില്ലായിരുന്നു. ഇത് ഒക്കെ തന്നെ സംഭവിച്ചത് വീട്ടിലെ കെടുകാര്യസ്ഥതയാണ്. ആ പെണ്ണുമ്പുളയുടെ കെടുകാര്യസ്ഥത. ഇനിയിപ്പോ എൻ്റെ മോനെ ഇറക്കിത്ത സ്റ്റാറെ, ഓ മോൻ സ്വാതന്ത്ര്യ സമര സേനാനിയല്ലയോ ഇറക്കി ഇങ്ങ് കൊണ്ടുവന്ന് വായിക്കാത്ത കൊടുക്കാനായിട്ട്. അവർക്ക് മാതൃസ്നേഹമൊന്നും അല്ലത്. ഞാൻ എൻ്റെ മോനെ പ്രതിയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ നീ ചത്തുകളാണ് നല്ലതെന്ന് ഞാൻ പറയും. ഇങ്ങനെയുള്ള ഒരു അമ്മമാര് ജീവിച്ചിരിക്കുന്നത് തന്നെ വേസ്റ്റാണ്. സമൂഹത്തിന് അപകടകരമായ രീതിയിലുള്ള ഒരു ക്രിമിനലാണ് ആ പയ്യൻ. അവന് ബോധമില്ല. അവൻ ചുറ്റുമുള്ള ആൾക്കാരുമായി സഹകരിക്കുകയോ യാതൊരു ഇതുമില്ല. ഒരു 10-15 ദിവസം കൊണ്ട് റിസർച്ചിങ് ആണ്, ഇൻവെസ്റ്റിഗേഷൻ. സിമിയുമായി ബന്ധമുണ്ടോ, ഏതെങ്കിലും തീവ്രവാദ സംഘടനയുണ്ടോ, ഹാൻസ് വെച്ചിട്ടുണ്ടോ, മയക്കുമരുന്ന് ഒന്നും കഴിച്ചിട്ടില്ല ചെറുക്കൻ. അവൻ യാതൊരു രീതിയിലുമില്ല. മതാചാരവുമില്ല, മതവാദവുമില്ല, ഒന്നുമില്ല. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറുകളായിരുന്നു. ആഹാരം കഴിക്കുക, ഉറങ്ങുക, തിന്നുക എന്നതിനപ്പുറം യാതൊരു രീതിയിലും ഒന്നിനും കൊള്ളാതിരുന്ന ഒരു ഫാമിലിയാണത്. അവർക്ക് സുഖിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ അനാവശ്യമായി കടം വാങ്ങി. ഇപ്പൊ പുതിയ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ പിന്നെ ബാങ്ക് മാനേജർ പറഞ്ഞത് എനിക്കുമുണ്ട് കടം. ബാങ്ക് മാനേജർ വിളിക്കാത്ത അവരുടെ ഉത്തരവാദിത്തമാണ്. മാർച്ച് മാസം എന്ന് പറയുന്ന സമയത്ത് കൂടുതൽ വിളിക്കും. കാരണം അവർക്ക് ഇയർ എൻഡിങ് അപ്പോഴാണ്. അവർ വിളിക്കും. നമുക്ക് വേണ്ടെങ്കിൽ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവരൊന്ന് ജപ്തി ചെയ്തുകൊണ്ട് പോട്ടെ എന്ന് വെക്കണം. അല്ലാതെ അവർ വിളിച്ച ഉടനെ ടോർച്ചർ ചെയ്ത ഉടനെ സൂയിസൈഡ് ചെയ്യണം. നാട്ടുകാരെ കൊല്ലുന്ന എന്തിനാ? ആ പെങ്കൊച്ചിനെ എന്തിനു കൊന്നു? എന്തടിസ്ഥാനത്തിൽ കൊന്നു? ഇവിടെ ദയ അർഹിക്കുന്ന ഒരേ ഒരു ഫാമിലി എന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളാണ്. ഒരാൾ അവരെ പറ്റി സംസാരിച്ചോ? ഒരാൾ അവർക്ക് വേണ്ടി നിന്നോ? ആ പെൺകുട്ടി ഇവനെ സ്നേഹിച്ചു എന്നൊരു കുറ്റമല്ലേ ചെയ്തുള്ളൂ. അതിന്റെ കുത്തിക്കടപ്പിന് അത് മതിലിയാടി ചെന്ന് കയറി കൊടുത്തു. ഇപ്പൊ എന്തിനാ ചെയ്ത് കിട്ടൂന്ന് വിചാരിച്ച് ചെറുക്കൻ പ്രോഗ്രാം ചെയ്യാൻ വിളിക്കുന്ന പെണ്ണ് വിചാരിച്ചേ. പക്ഷെ ചെറുക്കൻ നല്ല പ്രോഗ്രാം തലമണ്ടയ്ക്ക് ഇട്ട് കൊടുത്തു. നടന്നത് എന്താണെന്ന് കൃത്യമായി എല്ലാവർക്കും മനസ്സിലായിട്ടും ഇതൊരു കമ്മ്യൂണിറ്റി അടിക്കാൻ നിൽക്കുമ്പോൾ ആ കമ്മ്യൂണിറ്റി തന്നെ ചെന്നങ്ങ് ചാടി കൊടുക്കുകയാണ്. എന്നാ പിടിച്ചോ, ഞങ്ങളുണ്ട്. നിങ്ങൾ ആരെയാണ് ഈ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഇവർക്കോ? ഇത് ഹറാമായ പരിപാടിയാണ്. ഇതൊരിക്കലും ഹലാലല്ല. ഒരിക്കലും ചെയ്യരുത്. ഇസ്ലാമിയർ തീർത്തും ചെയ്യരുത്. 10 പൈസ കൊടുക്കരുത്. അയാളുടെ പ്രശ്നമാണത്. അയാൾ തീർക്കട്ടെ. ഞാൻ ഇനി എന്തിനു നീ സമ്പാദിക്കണമടാ. നീ ചുമ്മാ കയറി ഇരിക്കാന്ന് വിചാരിച്ചോ? നീ സമ്പാദിക്കണം. നീ സമ്പാദിച്ച കടം വീട്ട്. നീ ഉണ്ടാക്കിയ കടം നാട്ടുകാരെന്തിനു വീട്ടണം? നീ എന്ത് സിമ്പതിയാണ്? നിന്റെ കയ്യാകാല ഊനമായോ? നിന്നെ ആരെങ്കിലും തല്ലിക്കൊന്നോ? ഇല്ലല്ല, നിന്റെ മോനല്ലേ അതിനകത്ത് പോയി കിടക്കുന്നത്. നിന്റെ മോനെ ഇങ്ങനെ വളർത്തിയത് നിന്റെ പെണ്ണുമ്പിള. നീ ഉത്തരവാദി. നിന്റെ ഉമ്മായ തല്ലിക്കൊല്ലണം. കാരണം നീയും അങ്ങനെയാണ്. അതുകൊണ്ടാണ് നീ ഈ ചെറിയ പാലവൻ 23 വയസ്സുകാരൻ പാലവന്റെ തലയിലേക്ക് ഈ മൊത്ത കടവും കൊണ്ടിടാൻ നീ ശ്രമിച്ചത്. നിനക്ക് നാട്ടിൽ വരാൻ വയ്യെങ്കിൽ നീ അത് കളഞ്ഞിട്ട് കയറി വരണം. പിടി കൊടുത്ത് അവർ ജയിലിലിട്ട് 5-6 ദിവസം ജയിലിലിട്ടിട്ട് അവർ നാട്ടിലേക്ക് വിടുമല്ലോ. അങ്ങനെ സിസ്റ്റം ഉണ്ടല്ലോ. നീ എന്തുകൊണ്ടത് ചെയ്തില്ല? ഇപ്പൊ നിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്തായിരുന്നു? മാറി നിന്ന് സേഫ് ആയിട്ട് നിൽക്കുക. നീ ഒരു പൈസ അയച്ചു കൊടുത്തില്ല. ഉണ്ടെങ്കിൽ അവരിങ്ങനെ കടം വാങ്ങി തിന്നില്ലല്ലോ. ആ സ്ത്രീക്ക് യാതൊരു രീതിയിൽ എഡ്യൂക്കേഷൻ നീ കൊടുത്തിട്ടില്ല. അവൾക്ക് പറഞ്ഞു കൊടുക്കണം മിതമായി. ഇപ്പം റേഷൻ കടയിൽ നിന്ന് സാധനം കിട്ടും. വീടുണ്ടല്ലോ, കാറ്, ബൈക്ക്, മൊബൈല്. കൊച്ചുങ്ങൾ കൈവിട്ടു പോകുന്ന ലെവലാണ്. നമ്മളുടെ അവസ്ഥയ്ക്കൊത്ത് ജീവിക്കാൻ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാത്തതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ആ കുഞ്ഞ് കാണിച്ച വൃത്തികേട്.
അതിന് പകരം അവൻ വന്നിട്ടുണ്ട് വലിയ ഡ്രാമ കാണിക്കുന്നു. ഡ്രാമ കണ്ടിട്ട് അയ്യോ സോക്കാൾഡ് പീപ്പിൾ, ഈ ഒരു ചാനൽ കാണിച്ചത് പോക്രിത്തരമാണ്, പക്ക പോക്രിത്തരം. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത തെറ്റാണ് ഇപ്പോൾ ഈ 24 ന്യൂസ് കാണിച്ചത്. വീട് വെച്ച് കൊടുക്കാൻ പോണ, പിന്നെ വീട് പദ്ധതിയിൽ ഒപ്പിട്ട് കൊടുക്കുക. ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്യൂ, അത് അവകാശപ്പെട്ടതാണ്. ഇയാൾ അർഹിക്കുന്ന അപകടം തന്നെയാണ് അയാളുടെ കുടുംബത്തിനുണ്ടായിട്ടുള്ളത്, അർഹിക്കുന്ന കാര്യമാണ്. പിന്നെയും കിടന്നുകൊണ്ട് പറയല്ലേ, അവർക്ക് ബോധം ബുദ്ധിയൊന്നും കുറഞ്ഞിട്ടില്ലല്ലോ. മോനെ ഇറക്കി തരുമോ സാറേ എന്ന് ചോദിക്കുന്നു. ഉടനെ അത് പറ്റത്തില്ലെന്ന് പറയാനുള്ള ആർജവം കൊണ്ടാണ്. ഞാൻ കാണുകയാണെങ്കിൽ അത് തന്നെ പറയും, നാണമില്ലേ സ്ത്രീയെ നിങ്ങൾക്ക്, നിങ്ങളെ മോനെ ഇറക്കണോ, തൂക്കിക്കൊല്ലണോ വേണ്ട ചെറുക്കനെ. എത്ര പേരെയാണ്, 1 2 പേരെയോ അടിച്ചടിച്ച് കൊന്നേക്കുന്നവൻ. ഇത്ര മണിക്കൂറുടെ ഒരു കുറ്റബോധം പോലും ഇല്ല. ആ പൊടി കുട്ടീനെ അടിച്ചു കൊല്ലാൻ അവനിക്ക് എങ്ങനെ തോന്നി? അവൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്ന ഫോട്ടോ കാണുമ്പോൾ കണ്ണീന്ന് മാറുന്നില്ല, ഉറക്കം കിട്ടുന്നില്ല. ഇത്രയും വൃത്തികെട്ട രീതിയിൽ അത്രയും മനുഷ്യനെ അടിച്ച് കൊന്നവനെ ഇനി ഇറക്കി ഇവളെ മടിയിൽ കൊടുക്കണം. എന്നിട്ട് ഇവൾ അവന് പാലൂട്ടിക്കൊണ്ടിരിക്കും. കുഞ്ഞു വാവേന്നവളെ വിചാരം. അവൾ മാറ്റി പറഞ്ഞത് അവൻ അറിയാതെയാണെന്ന് പറയല്ലേ, റഹീമിനറിയാം. റഹീമിനോട് അവൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറയരുതെന്ന് പഠിപ്പിച്ചു കൊടുത്തത് റഹീമാണ്. വീട് കിട്ടുമെന്നും ബാക്കിയുള്ളത് കിട്ടുമെന്നായപ്പോൾ മകനാണ് ആക്രമിച്ചെന്ന് അവൾ തുറന്നു പറഞ്ഞിരിക്കുന്നു. ഈ പഠിച്ച കള്ളനും കള്ളിയായ ഈ ഉമ്മായേയും ബാപ്പായേയും നീക്കി നിർത്തുകയാണ് വേണ്ടത്. അവർ സമൂഹത്തിൽ ജീവിക്കാൻ അവകാശമില്ലാത്തവരാണ്. നമുക്ക് ചുറ്റും അവരെ നിർത്തരുത്, അത് അപകടകരമാണ്. ആ ചെറുക്കനെ പുറത്ത് വിട്ടു കഴിഞ്ഞാൽ ചുറ്റുമുള്ളവർ മാറിക്കോ. ആ ചെറുക്കന് ഒരു ബോധവും ഇല്ല, ഉണ്ടെങ്കിൽ ഇത്രയും പേരെ കൊന്നുകളയുമോ? അവൻ സൂയിസൈഡ് ചെയ്യാനാണെങ്കിൽ അതും കഴിച്ചുകൊണ്ട് അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവില്ല. അവന് ഉറപ്പാണ് പോലീസ് സ്റ്റേഷനിൽ പോയി അവനെ കൊണ്ടുപോയി ആശുപത്രിയിലാക്കൂലേ. അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കണമായിരുന്നു, അവിടെ കിടന്നങ്ങ് ചത്തുപോകുമായിരുന്നു. പക്ഷെ അവൻ പറഞ്ഞു ഞാൻ ഈ വിഷം കഴിച്ചിട്ടുണ്ടെന്ന്. അതിന്റെ അർത്ഥം എന്താ? അവനെ സെക്യൂർ ആക്കണം. ഇത് പ്രീ പ്ലാൻഡ് ആണ്, അവരുടെ കടം തീർക്കാനുള്ള അവർ കണ്ടെത്തിയ വഴിയാണ്. ആ പൊടിമോനെ കൊല്ലാതെ വിട്ടിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ആ പൊടിമോനെയും കൂടെ കൊന്നു കളഞ്ഞു. അവൻ ഒരു പ്രശ്നമില്ല, അവന്റെ കൈ ഒരു തെളിവുമില്ല. എന്ത് തെളിവ് കൊണ്ടു കൊടുത്താലും നിങ്ങൾ കൊടുക്കുന്ന പണം കൊണ്ട് അവനെ രക്ഷപ്പെടുത്തും, അവനെ സമൂഹത്തിൽ ഇറക്കി വിടും. ഇനിയും ആൾക്കാർ മരണപ്പെടും. ആ കുടുംബം കൊള്ളാത്ത കുടുംബമായതുകൊണ്ടാണ് ചേർത്ത് പിടിക്കാത്തത്. അവർ പണ്ടും ചേർത്ത് പിടിച്ചില്ല, ഇപ്പോഴും ചേർത്ത് പിടിക്കുന്നില്ല. അവർ വാടക വീടെടുത്ത് താമസിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? കുടുംബത്തിൽ കയറ്റാൻ കൊള്ളത്തില്ല. ഈ മകന്റെ അപ്പനല്ലേ എപ്പോൾ വേണമെങ്കിലും ചുറ്റികൾ എടുത്തുകൊണ്ട് വരും ബാക്കിയുള്ളവരെ അടിക്കാനായിട്ട്. അടുപ്പിക്കാതിരിക്കുന്നതാണ് അവരുടെ കുടുംബത്തിനില്ലാത്ത ഒരു ഇത് ബാക്കിയുള്ളവർക്ക് എന്തിനു വരണം? അടുപ്പിക്കാൻ കൊള്ളാത്ത സാധനങ്ങളാണ് എന്ന് അവർ തെളിയിക്കില്ല അവരുടെ ലൈഫ് കൊണ്ട്. സോ ദാറ്റ്സ് മൈ പോയിന്റ്. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തും. ഞാൻ ഇത് ഇന്നലെ ചെയ്യേണ്ടതാണ്. ചെറിയ സുഖമില്ലായ്മ കാരണമാണ് ഒരു ദിവസം ഡിലേ ആയിപ്പോയത്. വാസ്തവത്തിൽ എനിക്ക് ശ്രീകണ്ഠൻ നായരോടുള്ള ആ ഒരു മതിപ്പ് പോലും പോയി. ഓടി മൈക്കും കൊണ്ട് അങ്ങോട്ട് പോയിരിക്കണം. ചാനൽ റേറ്റിങ്ങിന് വേറെ എന്തെങ്കിലും ചെയ്യടോ. ഇതാണോ താൻ ചെയ്യേണ്ടത്? താൻ എന്താ ഈ മാതൃക കാണിക്കുന്നേ? ഇതും കേട്ടുകൊണ്ട് ആരെങ്കിലും നാണയില്ലേ? ഈ കമ്മ്യൂണിറ്റിക്ക് നാണക്കേടാണ്. ആഷിമിയെ പോലുള്ള ഒരു വ്യക്തി ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത് എന്ത് വൃത്തികേട്. നമ്മൾ പണ്ട് ജിഷയ്ക്കിടെ അമ്മയ്ക്ക് കൊടുത്ത പ്രൊട്ടക്ഷൻ പോലെ ആയിരിക്കും ഇത്. ചെയ്യരുത്. അവരവരുടെ കയ്യിരിപ്പ് കൊണ്ടാണ് ഓരോന്ന് വരുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇത് അപകടമല്ല സംഭവിച്ചത്, ഇത് പ്രീ പ്ലാൻഡ് മർഡറാണ്. അപകടമല്ല ഇത്. ആ മർഡർ ചെയ്ത ആളിന്റെ അമ്മയെയും അച്ഛനെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഗവൺമെന്റാണ്, നമുക്കല്ല. അവിടെ ഗവൺമെന്റ് കൊണ്ടുവരട്ടെ, രണ്ടിനെയും പിടിച്ച് ജയിലിടുകയാണ് വേണ്ടത്. കട ഉണ്ടാക്കി വെച്ചിട്ട് കൊച്ചുങ്ങളെ ഉപദ്രവിക്കുകയും കൊച്ചുങ്ങളെ ആളുകൾ വിളിച്ച് ശല്യം ചെയ്യുകയും ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ കേൾക്കത്തില്ലതൊന്നും. അവർ ചെയ്യും ഇതുപോലെ. എന്തോ ഭാഗ്യത്തിന് ഒരു പുണ്യോടി ഇടയിലാണ് അവൻ രക്ഷപ്പെട്ടത്. ആര്? ബാങ്ക് മാനേജർ. ഇവള് പറയണ വെച്ച് കേട്ട് നോക്കിയാൽ ബാങ്ക് മാനേജർ ഓടിച്ചിട്ട് അടിക്കേണ്ട കേസുണ്ട്. ഇവൻ ആ ബാങ്ക് മാനേജരെയും ഇവൻ കൊന്നിട്ടുണ്ടാവുമായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് അയാൾ രക്ഷപ്പെട്ടതെന്ന എനിക്കിതിൽ നിന്ന് മനസ്സിലായത്. സത്യത്തിൽ അയാൾ രക്ഷപ്പെട്ടു. ഇനി പുറത്തിറക്കിയാൽ അയാളെയും കൊല്ലും. ഇവനെ ഉപദേശിച്ച വീട്ടിലുള്ള മറ്റു കുടുംബാംഗങ്ങളെയും കൊല്ലും. അവനെ ഇറക്കിക്കോളാൻ വയ്യാതിരിക്കുന്ന തള്ളക്കി. നല്ല ബോധമുണ്ട്. കിട്ടിയതൊന്നും പോരാ. അവർ രക്ഷപ്പെട്ടത് തന്നെ അവരുടെ ഉള്ളിലെ ക്രൂവൽറ്റി കൊണ്ടാണ്. അവർ കിടക്കണം, അവരിത് മനസ്സിലാക്കി ജീവിക്കണം. ആ മകനെ പ്രതീക്ഷിച്ചിരിക്കണമെന്ന്, കൊലപ്പുള്ളിയായ ഒരു മകനെ പ്രതീക്ഷയാണ് അവൾ ഇരിക്കണേന്ന് പറയുമ്പോൾ തന്നെ അവളുടെ കോമൺ സെൻസ് യൂസ് ചെയ്ത് നോക്കൂ, ഉപയോഗിച്ച് നോക്കൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ബോധമില്ലാത്ത കഴുത.